Meet the editors. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിലവിലത്തെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. ഉന്നതർ കുടുങ്ങുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പി ആർ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതിക സംവിധാനം വഴി. പി ആർ സുനിൽ, ഡൽഹിയിൽ ഇരുന്ന് നോക്കിക്കാണുമ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവും ഇതിനു മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞതിനെ എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത്? SITയുടെ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ പക്കലുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നമ്മുടെ പക്കലുണ്ട്. രണ്ടാമത്തെ FIRന്റെ ഡീറ്റെയിൽസ് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇതിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം സംശയമുനയിൽ നിർത്തിയാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഉന്നതരിലേക്ക് എത്തുമോ പി ആർ സുനിൽ? ഉന്നതരിലേക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എത്തണം. അങ്ങനെ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശബരിമല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇന്ത്യയിൽ കേദാർനാഥ് പോലെ, അതുപോലെ തന്നെ തിരുപ്പതി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ശബരിമല എന്നത്. ഒരുപാട് വിശ്വാസികൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്തുന്ന ഈ ഒരു ശബരിമലയിലാണ് ഇതുപോലെയൊരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്, അമ്പരിപ്പിക്കുന്നത്. അന്നൊക്കെ തന്നെ ഡൽഹിയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ച ശബരിമലയിലെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ്. മാത്രമല്ല ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങളെക്കുറിച്ചാണ്. ഏതായാലും കേരള ഹൈക്കോടതി വളരെ ശക്തമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇന്ന് ഈ കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ 11 കക്ഷികളെ ഈ കേസിൽ, ഇതൊരു ക്രിമിനൽ കേസാണ്, റിട്ട് ഹർജിയാണ്, സുമോട്ടോ ആയി കോടതി എടുത്ത കേസാണ്. ആ കേസിൽ 11 പേരെ കക്ഷി ചേർത്തിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള 11 പേർ എതിർകക്ഷികളാണ്. അപ്പോൾ ഇനി SIT കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SIT എന്താണോ പറയാൻ പോകുന്നത് അതിനെതിരെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഒക്കെ കേട്ട ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പോകുന്നത്. ഏതായാലും വളരെ സെൻസിറ്റീവായിട്ടാണ് ഈ കേസ് കേരള ഹൈക്കോടതി കൈകാര്യം ചെയ്യുന്നത്. ഈ കോടതി ഉത്തരവിന്റെ തുടക്കത്തിൽ തന്നെ കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിൽ നേരത്തെ സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ കേസുകളിൽ അത്യാവശ്യമെന്ന് കണ്ടാൽ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം ഉറപ്പാക്കാൻ വേണ്ടി കോടതി മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകുന്നതിനായി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിധി ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ കേസിൽ മേൽനോട്ടം വഹിക്കാൻ പോകുന്നത്. ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഒരു അടച്ചിട്ട കോടതി മുറിയിലാണ് SIT ഉദ്യോഗസ്ഥരുടെ ഭാഗം കോടതി കേട്ടത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഇടക്കാല ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഒന്ന് മിനിറ്റ്സ് പിടിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ള കോടതിയുടെ നിർദ്ദേശമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കേരള ഹൈക്കോടതിക്ക് സംശയം തോന്നുകയാണ്. മാത്രമല്ല 2019 നടന്നിട്ടുള്ള പ്രൊസീജിയറുകളിലൊക്കെ തന്നെ വലിയ പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കോടതി കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരു സ്വർണം പാളി, ഈ സ്വർണം പൂശിയത് ഒന്നുകൂടി മിനുക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അവിടെ ഒപ്പുവയ്ക്കുന്നത് വേറൊരാളാണ്. ഈ സ്വർണം പാളി കൈപ്പറ്റുന്നത് മൂന്നാമതൊരാളാണ്. ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനെയൊരു സിസ്റ്റത്തിൽ ഇങ്ങനെയൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സിസ്റ്റമിക് ഫെയിലിയർ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണോ 2025 സംഭവിച്ചിരിക്കുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. കാരണം 2025 എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കാനായി വലിയ ഗൂഢാലോചന നടന്നു എന്ന് കോടതിക്ക് സംശയം തോന്നുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റമാണ്. ആദ്യം ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു, പിന്നീട് 7 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ വലിയൊരു സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് മുകൾ തട്ട് വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ മീനുകളും എല്ലാവരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കാരണം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ റോളില്ല. കാരണം SIT ആണ് കേസ് അന്വേഷിക്കുന്നത്. കോടതി നേരിട്ട് തീരുമാനമെടുക്കാൻ പോവുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ഇതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പ് കൃത്യമായി പുറത്തു വരേണ്ടത് രാഷ്ട്രീയമായി കൂടി വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം നേരത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാട്
അന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഈ ആ ഒരു തെറ്റൊക്കെ തന്നെ തിരുത്താനായുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നതിനിടയിലാണ് ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നു, വലിയൊരു തട്ടിപ്പ് നടന്നു, അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നൊക്കെ ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് കോടതി കണ്ടെത്തുകയാണ്. അപ്പോൾ ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വിശ്വാസികളാകെ ഇതിന് മുകളിൽ ഒരു വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ദൂരീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കോടതി നിർദ്ദേശം എന്തായാലും അത് അതുപോലെ ശക്തമായി നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. ഏതായാലും കോടതി ഈ വിഷയത്തിൽ ഏതറ്റം വരെയുമുള്ള അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് മിനിറ്റ്സ് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുന്നത്. എല്ലാ തലങ്ങളിലും അന്വേഷണം വേണം എന്ന് പറയുന്നത്, ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചെറിയ ഒരു സ്വർണത്തിന്റെ അളവാണെങ്കിൽ പോലും നോക്കൂ, എത്ര സുരക്ഷാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മണ്ഡലമാസം ആരംഭിക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ വരുന്ന ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ശബരിമലയിലാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് ഇങ്ങനെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടു പോകുന്നു, പിന്നീട് കൊണ്ട് ഘടിപ്പിക്കുന്നു, അതിനൊരു പുതിയ കഥയുണ്ടാക്കുന്നു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് പോലും. 2019 സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു, മിനുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2029 കൊണ്ടുപോകേണ്ടത്. 2025 എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി? ഇത് ഹൈക്കോടതി എന്തുകൊണ്ട് അറിയിച്ചില്ല? ഒരുപാട് സംശയങ്ങളാണ്. അതുകൊണ്ട് കോടതിക്ക് വലിയ സംശയങ്ങളുണ്ട്. ഈ സിസ്റ്റത്തിൽ ആകെ കോടതിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അതിനപ്പുറത്ത് വലിയ വലിയ മീനുകൾ, വലിയ വലിയ കൊമ്പൻ സ്രാവുകൾ ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകാം. അതൊരു പക്ഷേ ശബരിമലയ്ക്ക് മുകളിൽ പുറത്താകാം. ആ ശബരിമലയിലെ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ മാത്രം ഒതുങ്ങുന്നതാകില്ല, അതിന് മുകളിലുള്ള സംവിധാനങ്ങളാകാം. അപ്പോൾ ഈ സ്വർണം എവിടേക്ക് പോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ സ്വർണം ബാംഗ്ലൂരിലേക്ക് എവിടെയൊക്കെ പോയി, ചെന്നൈയിലേക്ക് എവിടെയൊക്കെ പോയി, അങ്ങനെയുള്ള വലിയൊരു അന്വേഷണത്തിലേക്ക് ഏതായാലും SIT നീങ്ങുകയാണ്. ഇതിനായി SITക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ്. അപ്പോൾ ഇനി കോടതി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിന് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ വിശ്വാസികൾക്കുണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ സംശയം, രാഷ്ട്രീയമായി സർക്കാർ നേരിടുന്ന വലിയ തിരിച്ചടി, ഇതൊക്കെ മറികടക്കാൻ തീർച്ചയായും സർക്കാരിന് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷയത്തിൽ അന്വേഷണ സംവിധാനങ്ങളോട് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുകയും ഈ വിഷയത്തിൽ ഹൈക്കോടതി നൽകുന്ന ഏത് നിർദ്ദേശവും അംഗീകരിക്കാനും നടപ്പാക്കാനുമുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ മീനുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ കുടുങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ജിമ്മി, ഇത് ആദ്യമായി 2025 ദേവസ്വം ബോർഡിനെ സമ്മർദ്ദത്തിലാക്കി, പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിരീക്ഷണം വരികയാണ്. നേരത്തെ വന്നൊരു നിരീക്ഷണം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവ് വാങ്ങിയില്ല എന്നുള്ളതായിരുന്നു. അതൊരു മാപ്പപേക്ഷയായിട്ട് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്, അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി പരാമർശങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കുറിച്ചുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഉന്നതർ കുടുങ്ങുമോ? ശുഭപ്രതീക്ഷയാണല്ലോ നമുക്ക് വേണ്ടത്. ഞാനൊരു ശുഭപ്രതീക്ഷ ഉള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇതുവരെ നമ്മൾ നടന്ന കാര്യങ്ങൾ മൊത്തം നോക്കിയാൽ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ കഥകളെ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം കോടതിയിൽ ഒരു ചെറിയ കേസ്, അപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇതൊരു ചെറിയ വിഷയമാണ്, ഞങ്ങൾ കോടതിയെ അറിയിക്കാൻ വിട്ടുപോയാൽ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്യും. അവിടെ നിന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടിത് ചെന്നൈയിൽ കൊണ്ടുപോയി, ഇതിൻ്റെ കണക്കെവിടെ, പഴയ സ്വർണം എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വലുതാകുന്നു. അതിനുശേഷം അന്ന് നമ്മളൊക്കെ വലിയ ആളാണെന്ന് കരുതിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതിനകത്ത് കിങ് പിൻ എന്ന് മനസ്സിലാകുന്നു. അത് കുറേ കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകെ ആളുകൾ പോകുന്നു, കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ന് കോടതി പറയുകയാണ്, നമ്മൾ ഉത്തരവാദിത്തത്തോടെ റിപ്പോർട്ട് ചെയ്തു, ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ മീനാണെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണ് ഇതൊരു ചെറിയ മീനാണ്, വലിയ സ്രാവുകളുണ്ട്. എവിടുന്ന് തുടങ്ങി എവിടം വരെ എത്തി? ഇനിയും വായിച്ചു തീർന്നിട്ടില്ലാത്തൊരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ മധ്യഭാഗത്തിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇവിടെ 2025 ദേവസ്വം ബോർഡിനെ, ഇന്ന് 2025 ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി കുടഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, ഇത് തുടങ്ങുമ്പോഴും ഹൈക്കോടതി ഇതേ കാര്യം പറഞ്ഞുകൊണ്ടൊരു സംശയം ഉന്നയിച്ചിരുന്നു. അത് ചെന്നൈയിലെന്നല്ല, ഒരിടത്തും ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊന്നും പുറത്ത് കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ ഇല്ല, അത് പോരാ. ഈ പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 7 ദിവസം കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ തിരുത്തിയത് എന്ന് അന്നേ കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് എന്തുകൊണ്ട് എന്നതിലേക്ക് കോടതി അന്ന് കടന്നില്ല, അതുകൊണ്ട് നമ്മൾ വിട്ടു. എന്നിട്ട് 2019 നമ്മളെല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ പ്രതിപക്ഷം പുതിയ ദേവസ്വം ബോർഡിൻ്റെയും പുതിയ മന്ത്രിക്കുമെതിരെ തിരിയുമ്പോൾ സർക്കാർ ചോദിച്ചത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ളതാണ്.
2019 ആളുകൾ ചെയ്തെങ്കിൽ അവരെ ശിക്ഷിക്കൂ. പുതിയ ദേവസ്വം ബോർഡും പുതിയ ദേവസ്വം പ്രസിഡന്റും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. കോടതി അതിനൊരു മറുപടി പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. ദേവസ്വം ബോർഡിനെ കൃത്യമായി കുറ്റപ്പെടുത്തുന്ന ദേവസ്വം ബോർഡ് എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ചില സാധ്യതകളെക്കുറിച്ചാണ് ഈ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത്. അത് വളരെ രസകരമായ ഒരു ഗൂഢാലോചന കഥയാണ്. 2019 ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ സ്വർണം പൂശൽ അത് 4-5 വർഷം കഴിയുമ്പോൾ 2024 ആകുമ്പോൾ അത് മങ്ങി സ്വർണം ഏതാണ്ട് കാണാതാകാത്ത സ്ഥിതിയായി എന്ന് ഗോൾഡ് സ്മിത്തിൻ്റെ മൊഴി. ഗോൾഡ് സ്മിത്ത് കണ്ടെത്തുന്നു, അത് പരിശോധന നടക്കുന്നു. അതോടുകൂടി അങ്കലാപ്പിലായോ ദേവസ്വം ബോർഡ്? അതുകൊണ്ട് 2024 റിപ്പോർട്ട് വരുമ്പോൾ രായ്ക്ക് രാമാനം ആരും അറിയാതെ ഇത് സ്വർണം പൂശി ഒരാളെയും അറിയിക്കാതെ തിരിച്ചു കൊണ്ടുവന്നതാണോ? ഇതാണ് 2025 എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ആദ്യം ചോദിച്ച ഹൈക്കോടതി ഇന്ന് അതിനൊരു കഥ കൂടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അറിയാതിരിക്കാൻ. എന്തിനാണ് സ്വർണം 2009 പൂശിയത്? നല്ല സ്വർണ്ണമായിരുന്നിരുന്നോ? സ്വർണത്തിൻ്റെ മാറ്റ് കുറവായിരുന്നോ? ഉള്ള സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയെന്നോ? ആരും അറിയാതിരിക്കാൻ 2024 അത് കുഴപ്പം കാണുമ്പോൾ സ്വർണം പോയി, അപ്പോൾ വീണ്ടും കൊടുത്തുവിട്ടതാണോ? ഞങ്ങളത് സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകം, ഇതിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടോ എന്ന് ഞങ്ങൾ ഒരു വിദൂര സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്തത്? ഒരു സംശയം മാത്രമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ്. എന്തുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തില്ല എന്ന് എനിക്ക് വലിയ സംശയം തോന്നുന്നു. കാരണം ഈ കോടതി ഉത്തരവ് നിങ്ങൾ ആരെങ്കിലും കരുതുന്നത് പോലെ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ 2019 അഴിമതിയെക്കുറിച്ചോ സ്വർണം പൂശലിനെക്കുറിച്ച് അന്വേഷിക്കാനല്ല, ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ 2019 അതിനു മുമ്പോ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ കാലം മുതൽ ഏതും നിങ്ങൾക്ക് അന്വേഷിക്കാം. 2025 ഈ പ്രശ്നം തുടങ്ങിയത്. കോടതി ഒരു വിഷയം ഉന്നയിച്ചല്ലോ, അതും നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പോൾ അന്ന് തന്നെ ഈ മിനിറ്റ്സ് പുസ്തകം പിടിച്ചെടുക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. കോടതി ഉത്തരവിലൂടെ അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇനിയിപ്പോൾ കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിനിമാ കഥ പോലെ, ഡിറ്റക്റ്റീവ് നോവൽ പോലെ നമ്മൾ ചില പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു എന്ന് തോന്നുകയാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഈ പണി ഏൽപ്പിച്ചത്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസറർ. അപ്പോൾ സ്പോൺസറാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണത്രേ വാറണ്ടി. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതാണ്. ഈ വാറണ്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു രേഖ പുറത്തു വന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ വാറണ്ടർ? അന്ന് പലരും സംശയം ചോദിച്ചിരുന്നു, ഞാനും സംശയം ചോദിച്ചിരുന്നതാണ്. അങ്ങനെ വാറണ്ടറാണ്, അത് കല്ലേ പിളർക്കുന്ന ഒരു വാറണ്ടി രേഖയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് മുഴുവൻ മാറ്റിയല്ലോ. അത് കോടതി ഉത്തരവിൽ കോടതി അത് എടുത്തു പറയുന്നു വേറെ ഒരു രീതിയിൽ. അത് ഞാൻ വായിക്കാം. Thereafter, instead of initiating a transparent tender or expert consultation, ഇതിന് ശേഷം സ്വർണം മുഴുവൻ പോയി എന്ന് 2024 മനസ്സിലാക്കിയ ശേഷം, without perusing the earlier records showing the retention of gold and the warranty, the officials once again approached Mr. Unnikrishnan Potti. Without perusing the earlier records showing the retention of gold and warranty, ഈ വാറണ്ടി രേഖ നോക്കാതെ, വിശദമായി പരിശോധിക്കാതെ, പേജ് നമ്പർ 5 പരിശോധിക്കാതെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു. ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ വാറണ്ടി രേഖ നോക്കി, ആ രേഖ നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. കോടതിയുടെ വാചകമാണ്, എനിക്കറിയില്ല. കോടതി വേറെ എന്തെങ്കിലും ഉദ്ദേശമോ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട സംശയമായി നിൽക്കുന്നു. ഈ വാറണ്ടി രേഖ കാണാതെ ഇനിയിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് പുതിയ ദേവസ്വം ബോർഡിനെതിരെ കോടതി ചില സാധ്യതകൾ ചൂണ്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് പറയാൻ പറ്റില്ല ഈ ദേവസ്വം ബോർഡ് ഒന്നും ചെയ്തില്ല എന്ന്. നിങ്ങളുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും അന്വേഷണ മുനയിലാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലാണ്. ഈ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വളരെ അപൂർവമാണെന്നും സാധാരണഗതിയിൽ ചെയ്യാറില്ലെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. എല്ലാ കേസുകളും അങ്ങനെ കോടതിയുടെ പരിഗണന, കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങനെ രൂപീകരിച്ചാൽ അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വരാറില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇതൊന്ന്. ഇനി ഇതിനകത്ത് ഒരു നിയമത്തിൻ്റെ ലൂപ്പ് ഹോളോ വാചകത്തിൻ്റെ ലൂപ്പ് ഹോളിലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേറെ എന്തെങ്കിലും പരിശോധിക്കാതിരിക്കുന്നുണ്ടോ? ഈ ഉത്തരവ്, ഇതുവരെയുള്ള ഉത്തരവ് അനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. ഇതിനു മുമ്പ് ഇത് തുടങ്ങുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇല്ലാത്തതും, പക്ഷെ ഇത് തുടങ്ങിയത് ശ്രീകോവിലിൻ്റെ വാതിലിലാണ്. അത് ഈ വിവാദം തുടങ്ങുമ്പോൾ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല, കോടതിയുടെ ഉത്തരവ് വരുമ്പോഴുമില്ല. പക്ഷേ അന്വേഷിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെ മനസ്സിലാകും,
ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങുന്നത് ശബരിമലയിലെ വാതിലില്ല. എങ്ങനെയാണ്? ദേവസ്വം ബോർഡിൻ്റെ വാതിൽ അടയ്ക്കാൻ പറ്റുന്നില്ല, എലി കയറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാറ്റിത്തരാം എന്ന് പറയുന്നു. എന്നിട്ട് പുതിയ ഒരു വാതിൽ നിർമ്മിച്ച് ആ വാതിലിൽ സ്വർണം പൂശി നാട് മുഴുവൻ ആഘോഷിച്ച് ശബരിമലയിൽ കൊണ്ടുവരുന്നു. ചോദ്യം, പഴയ വാതിൽ എവിടെ? ആ പഴയ വാതിൽ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ സംഘം, നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ക്ലാഡ് ചെയ്ത ഗോൾഡോ, ആ സ്വർണമോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യമാണ് കോടതി അന്വേഷിക്കാൻ പറഞ്ഞത്. അതാണ് കാരണം. ആ സമയത്ത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും 5-6 മാസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പണി തുടങ്ങുന്നത് വാതിലിലാണ്. ഇതിലാണ് പിന്നീടുള്ള ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാതിൽ ഒഴിവാക്കണം? ആ വാതിൽ അന്വേഷിക്കണ്ടേ? രേഖകൾ പിടിച്ചെടുക്കണ്ടേ? അതിനെക്കുറിച്ച് ഈ കോടതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞങ്ങൾ വാതിലിൻ്റെ രേഖകളും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് കോടതി പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം അന്വേഷിക്കാനാണ് പറയുന്നത്, മുമ്പോട്ടും പുറകോട്ടുമെല്ലാം. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിലോ അതുപോലെ തന്നെ 2 വശത്തുമുള്ള പാളികളിലേക്കാൾ കൂടുതൽ സ്വർണം ഈ 2 വാതിലിലുണ്ട്. അത്രയും സ്വർണം പൂശിയിട്ടുണ്ട്, ക്ലാഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വർണം എവിടെ പോയി? അതുകൂടി അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ തന്നെ തയ്യാറെടുക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കോടതി വീണ്ടും നിങ്ങളോട് അതിനെ രേഖ കൂടി കൊണ്ടുവരൂ, അതുകൂടി അന്വേഷിക്കൂ എന്ന് പറയേണ്ടി വരും. ഓരോ ദിവസവും കഥ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതത്തിൻ്റെ ദ്വീപ് നീണ്ടു വരികയാണ്. ഞാൻ ഈ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ 2019 മാത്രം ഒതുങ്ങുന്നതാണെന്ന് കരുതുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ദ്വാരപാലക ശില്പത്തിലും ഒതുങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. ഉന്നതർ കുടുങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ഉന്നതർ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുടുങ്ങാതെ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യതയും സർക്കാർ അവിടെ ഇരിക്കുമ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കോപ്പി, മിനിറ്റ്സ് ബുക്കിൻ്റെയും എല്ലാ രേഖകളുടെയും കോപ്പി രജിസ്ട്രാർ ജനറലിലേക്ക് എത്തിക്കണം എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് SIT-യിൽ പോലും ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലും വ്യക്തമാണ്. SIT കോടതി മേൽനോട്ടത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും ഇന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ അത് കർശന നിർദ്ദേശങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഉന്നതർ കുടുങ്ങാനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. ആ ഉന്നതർ എന്ന് പറയുമ്പോൾ ഇതുവരെ ഉന്നതർ എന്ന് പറയുന്ന സോക്കോൾഡ് ബ്രാക്കറ്റിൽ ഉണ്ടാകാതിരുന്ന ഒരാൾ കൂടി, PS പ്രശാന്ത് കൂടി ആ ചിത്രത്തിലേക്ക് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. നമ്മൾ നേരത്തെ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴൊക്കെ 2019 കോൺഗ്രസ് കാലത്തെ എന്നൊക്കെ പറഞ്ഞ് പിന്നിലേക്കാണ് നമ്മൾ ചർച്ച നടത്തിയത്. 2025 ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്ന 2025 കാര്യങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച നടന്നില്ല. എന്നാൽ കോടതി ഇന്ന് അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇടക്കാല ഉത്തരവിൽ നമ്മൾ കാണുന്നത്. ഇവിടെ SIT രൂപീകരിച്ചത് ഒക്ടോബർ 6-നാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 21 ആയിരിക്കുകയാണ്. 2 ആഴ്ച കൂടി സമയം വേണം എന്നതാണ് SIT ആവശ്യപ്പെടുന്നത്. SITക്ക് പൂർണ്ണമായും അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ആഴ്ച കൂടി, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം തേടിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ പുതിയ കാര്യങ്ങൾ കൂടിയാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ കഴിയുമായിരുന്നിട്ടും SIT അന്വേഷിച്ച കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ തട്ടി നിൽക്കുകയാണ് അന്വേഷണം എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 409 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നതറിഞ്ഞിട്ടും റിക്കവർ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ റിക്കവർ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത്. അപ്പോൾ ഈ സ്വർണത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ PS പ്രശാന്ത് അടക്കമുള്ളവർ വീണ്ടും ഇത് മറച്ചു വെക്കുന്നതിനായി ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു ക്രൈമിലേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PS പ്രശാന്ത് അടക്കം അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇതുവരെ ഒഴിഞ്ഞു മാറിയതുപോലെയല്ല ഞാനിപ്പോഴല്ലേ പ്രസിഡന്റ് ആയത്, ഇത് 2019 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2025 കാര്യം കൂടി അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. കൃത്യമായി നമ്മൾ ആ ഡേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ തന്ത്രി താഴമൺ കണ്ഠര് മഹേഷ് മോഹനര് തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്ത് ഇതിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 6 വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവിൽ അത് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. തന്ത്രി അയച്ച കത്തനുസരിച്ച് ദ്വാരപാലക ശില്പത്തിലെ പാളികളും അതുപോലെ തന്നെ പീഠങ്ങളും ഒക്കെ സന്നിധാനത്ത് നിന്ന് റിപ്പയർ വർക്കിനായി കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ വാതിൽ, അതുപോലെ തന്നെ ലിൻഡൽ, കമാനം, ലക്ഷ്മി രൂപം ഇതെല്ലാം സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം എന്ന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് കൂടി ഇപ്പോൾ എന്തായാലും അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത് ഇളക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നതിനുള്ള തീയതികൾ, അത് തന്ത്രിയാണല്ലോ ഈ ദേവന്റെ സ്വത്തെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ആ സ്വത്തുമായി നേരിട്ട്
ഇടപെടുന്ന അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുമായും ശ്രീകോവിലുമായും എല്ലാം അവസാന തീരുമാനം എടുക്കേണ്ട പ്രധാനപ്പെട്ടയാൾ തന്ത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്ത്രി അയച്ച കത്ത് പോലും സെറ്റ് അസൈഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലും മാറ്റിവെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ PS പ്രശാന്ത് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായി തന്നെ അവിടെ നിൽക്കുകയാണ്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന തിരുവാഭരണം രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഭാഗം അത് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. തിരുവാഭരണം രജിസ്റ്ററിൽ ജൂലൈ 3 ഈ കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം നിൽക്കുകയാണ്. പക്ഷേ അത് തിരുവാഭരണം രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരിടത്തും രേഖപ്പെടുത്താതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിഹൈൻഡ് ദ ഡോർ ഡീൽ അവിടെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതിൽ PS പ്രശാന്തിന് നിലവിലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. ഈ പോറ്റി കൊണ്ടുപോയ ഭാഗങ്ങൾ മാത്രമേ ചെമ്പായിട്ടുള്ളൂ, ബാക്കിയൊന്നും കോപ്പർ പ്ലേറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാല്യുവേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അത് പൂർത്തിയാകുമ്പോഴാണ് 30.291 കിലോ സ്വർണ്ണത്തിൽ എത്രയുണ്ട് ബാക്കി, അതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടിളപ്പാളികളും മാത്രമാണോ ഇതുപോലെ കൊണ്ടുപോയത്, അതോ ബാക്കിയും പോയിട്ടുണ്ടോ എന്നതടക്കം ലക്ഷ്മി രൂപമടക്കം മറ്റിടങ്ങളിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 30 എത്രയുണ്ട് ബാക്കിയെന്നാണ് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 409 ഗ്രാം സ്വർണ്ണമല്ലേ ഉള്ളൂ, ഇത്ര പവനല്ലേ ഉള്ളൂ, എത്രയായിരുന്നു 50 പവൻ അങ്ങനെ എന്താണല്ലോ അന്ന് ഡോക്ടർ അരുൺ പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും റിക്കവർ ചെയ്തില്ല എന്നത് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അറിയേണ്ടത് ഉന്നതരുടെ ഇടപെടലിലൂടെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എത്രയെന്നാണ്. അത് ഈ 30 നിന്നാണ് അറിയേണ്ടത്. അല്ലാതെ ഈ പാളിയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയിൽ നിന്ന് മാറ്റിയെടുത്ത വേർതിരിച്ചെടുത്ത സ്വർണ്ണത്തിന്റെ അളവ് മാത്രമല്ല, ഈ 30.291 കിലോ അത് ഈ ശ്രീകോവിലുമായി അനുബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും പൊതിഞ്ഞിട്ടുണ്ട്. ആ പൊതിഞ്ഞ ഇടങ്ങളിൽ നിന്ന് എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വാല്യുവേഷനിലേക്ക് കൂടി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാല്യുവേഷനിൽ വരും. അപ്പോൾ മാത്രമേ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പുറത്ത് വന്നതിന് അപ്പുറത്തേക്ക് ഈ കണക്ക് നീളുമോ എന്നത് അറിയാനായിട്ടാണ് ഞാൻ എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ SIT റിപ്പോർട്ടിൽ എന്തായാലും ഉള്ള വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഈ ബോർഡ് ഉന്നതർക്കാർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നേരത്തെ ജിമ്മി ജെയിംസ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക പരിജ്ഞാനം ഇല്ലെങ്കിലും അവിടെ തന്നെ കൊണ്ടുപോയി സ്പോൺസർ വീണ്ടും ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയി എന്നുള്ളത് കൂടി സംശയാസ്പദമായ കാര്യം തന്നെയാണ്. കാരണം ആദ്യം എവിടെയാണോ കൃത്രിമം കാണിച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സമ്മതമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയൊന്നും ഒരു മറുചോദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കമുള്ള ആളുകളുടെ ഈ ക്രൈമിലെ പങ്കാളിത്തം തന്നെയാണ് ചൂണ്ടിക്കാട്ടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 7 ദിവസം കഴിയുമ്പോഴേക്കും ദേവസ്വം കമ്മീഷണറുടെ ഈ പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞ കമ്മീഷണറുടെ നിലപാട് മാറുന്നത്, അതോടൊപ്പം തന്നെ സ്പോൺസർക്ക് സെപ്റ്റംബർ 3 ഈ പീഠവും ദ്വാരപാലക ശില്പത്തിലെ പാളികളും ഒക്കെ കൈമാറുന്നത്, അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 2 പോറ്റി മറ്റേ പാളിയും കൂടി ഇങ്ങ് തരൂന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം പോറ്റിക്കറിയാം. പോറ്റി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ മാത്രം. എന്താണ് ഇവർക്കിടയിലുള്ള ബന്ധം എന്നതുകൂടി വ്യക്തമാകണമല്ലോ. ഒരു സ്പോൺസറും ദേവസ്വം ബോർഡിന്റെ അധികൃതരും തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബന്ധമാണോ അതോ ഈ കൂട്ടുകൃഷിയിലെ പങ്കാളികളാണോ ഇവർ എന്നതുകൂടി അറിയേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ SITയുടെ അന്വേഷണം നടക്കുമ്പോഴും ഇതിൽ സർക്കാർ എടുക്കേണ്ട സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡുണ്ട്. ഈ സർക്കാർ ഇങ്ങനെ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും സംരക്ഷിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം. അല്ലാതെ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്, മുൻകാലങ്ങളിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാലങ്ങളെക്കുറിച്ച് മാത്രം ചരിത്രം പറഞ്ഞാൽ പോരാ. വർത്തമാനത്തിൽ നടന്നിരിക്കുന്ന കോടതി ഇപ്പോൾ ഈ 2025 ഗൂഢാലോചനയെക്കുറിച്ച്, ഗൂഢാലോചന എന്നത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ തട്ടിപ്പ് മറച്ചുവെക്കാൻ 2019 തട്ടിപ്പ് എന്ന് പറയുന്നത് 1ാം പിണറായി വിജയൻ, നമ്മൾക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യാം, 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ തട്ടിപ്പ് മറച്ചുവെക്കാൻ 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് ശ്രമിച്ചിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ്, ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ്. PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു മറച്ചു വെക്കാനായിട്ടുള്ള ശ്രമം നടന്നിരിക്കുന്നു. അത് നടന്നിട്ടില്ല എന്ന് തെളിയേണ്ടത് അന്വേഷണത്തിലാണ്. അല്ലാതെ PS പ്രശാന്തിനെ വെള്ളപൂശേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. അപ്പോൾ ഇവിടെ കോടതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ അന്വേഷണം നടക്കണം. PS പ്രശാന്ത് ഇതിൽ വ്യക്തമായുള്ള ഒരു മറുപടി നൽകേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ 2019 അന്ന് ഞാനല്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല. 2024 ഈ സീരിയസ് ഡാമേജ് കണ്ടെത്തുമ്പോഴും അന്നേ സംശയ നിഴലിലുള്ള തിരിച്ചു പൂർണ്ണമായും ഈ സ്വർണം കൈമാറിയിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം കല്യാണ ആവശ്യത്തിന് ഈ സ്വർണം എടുക്കുക എന്ന് പറഞ്ഞ പോറ്റി ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ വീണ്ടും ഇത് കൊടുത്തെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പിൽഫ്രേജ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ചെറുമോഷണം എന്നാണ്. അപ്പോൾ മോഷണം എന്നുള്ള വാക്ക് കോടതി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിനെ കൊള്ളയല്ല, മോഷണമല്ല, കൊണ്ടുപോയതാണ്, മാറ്റിയതാണ്, വെച്ചതാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കോൺഷ്യസ്ലി അറ്റംപ്റ്റഡ് ടു ഹാൻഡ് ഓവർ ദ ഗോൾഡ് ക്ലാഡഡ് ദ്വാരപാലകസ് സീക്രട്ട്ലി ടു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻ 2025 അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് എന്ന് കോടതി
തന്നെ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ കൂട്ടിച്ചേർത്തതല്ല. അപ്പോൾ TDB ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രസിഡന്റിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ കുറ്റം എന്ന് നമുക്ക് ചെറുതാക്കി കാണാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നതിന്, പോറ്റിയെ ഏൽപ്പിക്കുന്നതിന് ഇതിലെല്ലാം കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2025 ഇടപെടൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതൊരു ബ്രോഡർ സ്കീമാണ്. അത് ഈ 2019 കളവ് മറച്ചു വെക്കുന്നതിനുള്ള ബ്രോഡർ സ്കീമാണ് എന്ന പേജ് നമ്പർ 9 ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവിന്റെ ഭാഗവുമാണ്. താങ്കളുടെ അറിവിലേക്കായി വേണമെങ്കിൽ അത് വായിക്കാം. ഈ ലാർജർ കോൺസ്പിറസി, വലിയ ഗൂഢാലോചന, നേരത്തെ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വലിയ ഗൂഢാലോചന എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ നിന്ന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ആ ഉദ്യോഗസ്ഥർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതിൽ ദേവസ്വം മന്ത്രി അടക്കം ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടക്കട്ടെ. അയാൾ അവിടെ തുടരുമ്പോൾ ഈ മിനിറ്റ്സ് അടക്കം എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും, എന്തൊക്കെ ഇടപെടലുകൾ നടത്താൻ സാധിക്കും, ഈ ആളുകളെല്ലാം അതേ പദവികളിൽ അവിടെ തന്നെ തുടരുകയാണല്ലോ. അപ്പോൾ കോടതി ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകണം. അല്ലാതെ സർക്കാർ മാറി നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയല്ലേ, ഞങ്ങൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല എന്നതാണ് എന്റെ ടേക്ക്. ഇന്ന് ഈ ഇടക്കാല വിധി വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഇതാദ്യമായി കോടതിയുടെ വിധിയിൽ 2025 ദേവസ്വം ബോർഡിനെ കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് 2025 ദേവസ്വം ബോർഡിന് സംഭവിച്ച ഏക പിഴവ് 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ പാളികൾ പൂശാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്കുള്ളൊരു വ്യാപ്തിയിലേക്ക് ഇന്ന് ഈ ദേവസ്വം ബോർഡിനെ കൊണ്ടുവന്നിരിക്കുന്നു ഈ ഇടക്കാല ഉത്തരവ് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, എന്തായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്, എന്താണ് BJP ആവശ്യപ്പെട്ടത്? ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടക്കാത്തതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു. ഇന്ന് ഹൈക്കോടതി അതിന് വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം അതെന്തിനായിരുന്നു? എന്താ പറയുന്നത്? ഇവിടെ ഈ SITയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് ഹൈക്കോടതി പറയുന്നത്. വെൽ കൺസിഡേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് മാനറിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. SITയുടെ അന്വേഷണം ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഇതിലുണ്ടാവില്ല. പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി ഇംപാർഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി എൻക്വയറി. അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ പക്ഷപാതിത്വപരമായിട്ട് പോകാനോ കഴിയില്ല. എവറി അക്യൂസേഷൻ ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഓൺ എ റീസണബിൾ ബേസിസ്. യുക്തിഭദ്രമായ നിലയിൽ ഓരോ ആരോപണവും അന്വേഷിക്കപ്പെടും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ. ഏതെങ്കിലും തരത്തിലുള്ള പദവി, ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റസ് ഓഫ് ദി പേഴ്സൺസ് ഇൻവോൾവ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തെ പരോക്ഷമായി നിരാകരിക്കുകയാണ് ഈ ഇടക്കാല ഉത്തരവിലൂടെ. ഈ SITയുടെ അന്വേഷണം പക്ഷപാതരഹിതമാണ്, നിഷ്പക്ഷമായി, റീസണബിളായി, പദവിയോ സ്വാധീനമോ നോക്കാതെ നടക്കുന്നു എന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം കോടതി രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യ ഭാഗത്ത്. എന്നിട്ട് കോടതി പറയുന്നു, SITയിലെ ഉദ്യോഗസ്ഥർ ഇതുവരെ എന്താ പ്രതിപക്ഷവും BJPയും പറഞ്ഞുകൊണ്ടിരുന്നത്? SIT ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചല്ലേ? ആ SIT ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് കോടതി ഉത്തരവിൽ പറയുന്നു, comprising officers of unimpeachable integrity handpicked by this court, eliminating a perception of bias, lack of fairness or objectivity. വളരെ നിഷ്പക്ഷതയോടുകൂടി ഈ കേസ് അന്വേഷിക്കാൻ കഴിയുന്ന ഇൻറ്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ SITയിലുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഹൈക്കോടതി. അപ്പോൾ CBI അന്വേഷണം വേണമെന്നുള്ള BJPയുടെ ആവശ്യമോ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമോ അല്ല, കോടതി SITയിൽ വിശ്വാസം രേഖപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതിൽ പ്രശാന്തിനെ ശരിയാണ്, സംശയത്തിന് നിഴലിൽ നിർത്തിയിട്ടുണ്ട്. 2019 നടന്ന ചെറുമോഷണം മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നോ 2025 ഇതേ സ്പോൺസർ ഇത് ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം 2025 ഈ സ്പോൺസറുടെ കൈവശമല്ല ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫാക്ട്. ഈ സ്പോൺസറുടെ കയ്യിലാണോ സുജയ 2025 സെപ്റ്റംബർ മാസത്തിൽ ദേവസ്വം ബോർഡ് ഈ സ്വർണം പൂശിയ പാളികൾ ഏൽപ്പിച്ചത്? അല്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് വിജിലൻസിലെ ഓഫീസർ, ഇതുകൂടാതെ 2 ഉദ്യോഗസ്ഥന്മാർ, ഇവരാണ് ചെന്നൈയിൽ പോയത്. പാളികൾ 2025 സെപ്റ്റംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല. അവിടെ പൂർണ്ണമായും ആരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു? ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടത് എന്താ? തൻ്റെ കയ്യിൽ കൊടുത്തുവിടണമെന്നും ഉദ്യോഗസ്ഥർ തൻ്റെ കൂടെ വന്നാൽ അവർക്ക് ചെലവ് വഹിക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതുമായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെത്തിയാൽ മതിയെന്നും താങ്കളുടെ പേരിലുള്ള വാറണ്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ ഇത് ബന്ധപ്പെട്ടതെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല. 2025 സെപ്റ്റംബർ മാസത്തിൽ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കൈവശമാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3, ഇതിൽ തിരുവിതാംകൂർ കമ്മീഷണർ ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 30/7/2025 തിരുവാഭരണം കമ്മീഷണർ
ഈ SETക്ക് സാങ്കേതിക വിദ്യ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് കൊടുക്കുന്നതായിട്ട് കോടതി പറയുന്നുണ്ട്. ആ കത്ത് കൊടുക്കുന്നതായിട്ട് പറഞ്ഞ അതേ തിരുവാഭരണം കമ്മീഷണർ 7 ദിവസത്തിന് ശേഷം അത് തിരുത്തിയതായിട്ടും പറയുന്നുണ്ട്. എന്നാൽ SITയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഭാഗം ഞാൻ വായിക്കാം. 30/7/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിൽ പറയുന്നത് നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയതിനാൽ അത് നീക്കം ചെയ്ത് പ്രസ്തുത സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷനിലില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? നേരത്തെ സ്വർണം പൂശിയതിനാൽ അത് സ്മാർട്ട് ക്രിയേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു അറിവുള്ളതിനാലായതുകൊണ്ടാണ് അപ്രകാരം എഴുതിയതും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടതുമെന്ന് തിരുവാഭരണം കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതി അപ്പൊ ഇത് കണ്ടില്ലേ? അതാണ് ഇതിനകത്ത് ചോദ്യം. ഇത് താങ്കൾ കോടതിക്ക് മേലെ പറയുകയാണ്. അല്ലല്ല, കോടതി ആ റിപ്പോർട്ട് വായിച്ചിട്ടാണല്ലോ ഈ ഇടക്കാല ഉത്തരവിറക്കിയത്. താങ്കൾ SIT റിപ്പോർട്ട് വായിക്കാതെയാണോ കോടതി പറഞ്ഞത്? SIT റിപ്പോർട്ടിൽ പറയുന്ന വസ്തുത ഇതൊക്കെ അന്വേഷിക്കണം എന്നാണ് കോടതിയുടെ കണ്ടെത്തലല്ല. SIT റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്ന സീൽഡ് കവറിലാണ്. താങ്കൾ ഇങ്ങനെ തുറന്ന് വായിക്കുമ്പോൾ അപ്പോൾ SIT റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലാണ്. താങ്കൾ കേൾക്കൂ, കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി റിവേഴ്സ് ഹി സ്റ്റാൻഡ്സ് വിത്തിൻ 7 days എന്നല്ലേ? ആര് റിവേഴ്സ് ചെയ്തെന്നാ? ദേവസ്വം ബോർഡ് പ്രശാന്താണ്. പ്രശാന്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്ന് പറയുന്നുണ്ട്. പ്രശാന്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് കോടതി ഉത്തരവ് പേജ് നമ്പർ 8. പറയൂ, ആരാണ്? ഞാൻ പറയാം. താങ്കൾ ആരാണ് അല്ല ദേവസ്വം കമ്മീഷണർ ഡോക്ടർ അരുൺ ഞങ്ങൾ പറയുന്നത് കൂടി കേൾപ്പിക്കാൻ അനുവദിക്കണം. പറഞ്ഞ നിലപാട് തിരുത്തിയത് ആരാണ്? താങ്കൾ ഓവർ റൂൾ ചെയ്ത് പറയുന്നത് കേൾക്കാൻ സമ്മതിക്കണം. ആരാ? അത്രേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിന് കോടതി പറയുന്നത് ഇത് മനഃപൂർവ്വമുള്ള ഗൂഢാലോചന. അതല്ല, അത് സംശയിക്കണമെന്നാണ്. The sequence of events unmistakably indicates that the TDP officials consciously attempted to hand over the gold cladded Dwarapalaka secretly to Unnikrishnan Potti. യാതൊരു സംശയമില്ല. അല്ല ഈ പറഞ്ഞല്ലോ ഇതിനകത്തുണ്ടല്ലോ. അല്ല പറയാൻ അനുവദിക്കും. കേൾക്കുക മാത്രമല്ല പറയാനും അനുവദിക്കും. അല്ലല്ല, കേൾക്കൂ, ഇത് എന്റെ സമയമല്ലേ, അത് പറഞ്ഞു തരട്ടെ. സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വിദ്യ കൈവശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? തിരുവാഭരണം കമ്മീഷണറാണോ? അല്ല, ദേവസ്വം ബോർഡ് കമ്മീഷണറാണോ? അത് തിരുത്തിയതാരാ? ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ തിരുത്തിയത് എങ്ങനെയാണെന്ന് കൂടി പറയുന്നുണ്ട്. Referred to directions from the president of the Devaswam board to expedite the gold plating as proposed by the sponsor. ആർക്ക് കോടതിക്ക് തെറ്റി? കോടതി പറഞ്ഞതാണ്. കോടതി ഉത്തരവിലാണ്. കോടതി ഉത്തരവിലാണ്. ആ ഡേറ്റ് എന്ന് പറയുന്നത് 21/8/2025 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി. അതിനുശേഷമാണ് സെപ്റ്റംബർ. ഞാൻ പറഞ്ഞോട്ടെ, പ്രേക്ഷകർക്ക് മനസ്സിലാവട്ടെ. താങ്കൾ പിന്നെ പറയാതെ അങ്ങനെയല്ലല്ലോ. താങ്കൾ വ്യാജം പറയല്ലേ. ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കി. സുജയ, ആ ഡേറ്റുകൾ പറയൂ. 21/8 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണറോട് ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങിന് കൊടുക്കണം എന്നുള്ളതിനെ നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ അത് ത്വരിതപ്പെടുത്താൻ പറയുന്നത് ആണല്ലോ. എന്നാണ് ദേവസ്വം കമ്മീഷൻ സ്റ്റാൻസ് തിരുത്തുന്നത്? 21/8 പുറകിലാണോ? അങ്ങനെയല്ല. താങ്കൾ അത് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഒറ്റ വാചകത്തിൽ ഞാനത് പറയാം. താങ്കൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം. അതായത് അല്ല, താങ്കൾ ഇടയ്ക്ക് കയറല്ലേ. എന്റെ സമയമാണ്. അല്ല, എനിക്ക് ഒന്നുകിലും എനിക്ക് മറുപടി പറയാം. അല്ല, ഒറ്റ വാചകം. സമയം കളയുന്നതിന് ചോദ്യം എനിക്ക് മനസ്സിലായി. ദേവസ്വം കമ്മീഷണർ എടുത്ത നിലപാട് തിരുത്തിയത് ദേവസ്വം കമ്മീഷണർ തന്നെയാണോ? ദേവസ്വം കമ്മീഷൻ എടുത്ത നിലപാട് തിരുത്താൻ ദേവസ്വം പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഇതിൽ പറയുന്നുണ്ടോ? ഉത്തരം പറയുകയാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കൂടിയാണ്. ദേവസ്വം ബോർഡ് കമ്മീഷണർ ജൂലൈ മാസം 30-ാം തീയതി കൊടുത്ത ലെറ്ററിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന് ആ വൈദഗ്ധ്യമില്ല, അത് പരമ്പരാഗത രീതിയിൽ മാറ്റണമെന്ന് പറയുന്നത്. അതിനുശേഷം 7 ദിവസത്തിന് ശേഷം അദ്ദേഹം നിലപാട് മാറ്റിയതിനു ശേഷം ലെറ്റർ അയക്കുന്നത് 21-ാം തീയതിയാണ്. ആ ലെറ്ററിലാണ് പറയുന്നത് എനിക്ക് നിർദ്ദേശം കിട്ടി. ആരിൽ നിന്ന്? ദേവസ്വം ബോർഡ് നിന്ന്. അങ്ങനെ കോടതി ഉത്തരവിൽ പറയുന്നതാണ്. കോടതി ഉത്തരവിൽ പറയുകയാണ്. ആ റിവേഴ്സ് ചെയ്യാൻ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശമാണ്. നിർദ്ദേശമാണ്. 3-ാം തീയതി ഓഗസ്റ്റ് മാസം ഉത്തരവിറങ്ങുന്നത് എന്നാണെന്ന് നോക്കൂ. ഒരു നിമിഷം കേൾക്കൂ. താങ്കൾ എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത്? താങ്കൾ എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ? താങ്കൾ ഡേറ്റ് വളരെ കൃത്യമായി പറയാം. 30/7 ജൂലൈ മാസം 30-ാം തീയതി ദേവസ്വം കമ്മീഷൻ തീരുമാനമെടുക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വിദ്യയില്ല. അത് തിരുത്തുന്നത് ഓഗസ്റ്റ് മാസം 3-ാം തീയതി. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ദേവസ്വം കമ്മീഷണർ കോടതിക്ക് മനസ്സിലായി. ഈ 7 ദിവസങ്ങൾക്കിടയിൽ തിരുവിതാംകൂർ ഈ പർട്ടിക്കുലർ മാറ്റർ മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലായി. ദേവസ്വം കമ്മീഷൻ എടുത്ത തീരുമാനം 3-ാം തീയതി ദേവസ്വം കമ്മീഷൻ തിരുത്തുമ്പോൾ അതിനിടയിൽ ദേവസ്വം പ്രസിഡന്റിന്റെ ഇടപെടലുണ്ടെന്ന് എവിടെയെങ്കിലും ഉണ്ടോ?
ഒന്ന് പറഞ്ഞാൽ മതി. 7 ദിവസത്തിനകം എന്ന് ഈ വരികളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അല്ല, താങ്കളുടെ കയ്യിൽ SIT യുടെ റിപ്പോർട്ട് വരെ ഇരിക്കുകയല്ലേ? ഞങ്ങളുടെ കയ്യിൽ SIT റിപ്പോർട്ട് ഒന്നുമില്ല. സീൽ ചെയ്ത റിപ്പോർട്ടാണ് കോടതി പറയുന്നത്. എല്ലാവരുടെ കയ്യിലും SIT യുടെ റിപ്പോർട്ടുണ്ട്. കോടതി പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ മാധ്യമപ്രവർത്തകരുടെ കോടതി കേൾക്കൂ. നമ്മൾ ഓരോന്നും അല്ല, അദ്ദേഹം ന്യായീകരിച്ചോട്ടെ, ന്യായീകരിക്കാനുള്ള സമയം ന്യായീകരിച്ചോളൂ. താങ്കളെ തിരുത്താനുള്ള ഉത്തരങ്ങളൊന്നും എന്റെ ഈ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. ഉത്തരം ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് എന്ന് ഒരു രേഖയിലും കാണാൻ കഴിയുന്നില്ല. ഇനി എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. എന്താണ് ഈ തിരുത്താനുള്ള കാരണമായിട്ട് SIT യുടെ കണ്ടെത്തലാണ് ഞാൻ ഈ പറയുന്നത്. സ്വർണം പൂശിയതിനാൽ ഇത് ചെയ്യാൻ കഴിയും. 2019 ചെയ്തപ്പോൾ 40 വർഷത്തെ വാറണ്ടി ഉള്ളതിനാൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻസിൽ തിരുവാഭരണം കമ്മീഷണർ വിളിച്ചിത് സ്ഥിരീകരിച്ചിരുന്നു. ആര് വിളിച്ച് സ്ഥിരീകരിച്ചു? തിരുവിതാംകൂർ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മാർട്ട് ക്രിയേഷൻസിൽ വിളിച്ച് ഈ സാങ്കേതികവിദ്യ ഉണ്ടോ എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് തിരുവാഭരണം കമ്മീഷണർ അതിനുള്ള അനുവാദം നൽകിയത്. ഇതിലെവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇൻവോൾവ്മെന്റ്? എവിടെ ഇൻവോൾവ്മെന്റ്? നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് എന്റെ സമയമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വേഗത വരുത്താൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു. അത് പറയുന്നുണ്ട്. അത് 21 ഇനി പറയുന്നത് ഇനി ഇതെല്ലാം നടന്നിരിക്കുന്നത് 2019 കളവ് മറയ്ക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നേ. അവിടെ ആരെ അന്വേഷിക്കാൻ പോകുന്നത്? ഇതേ കാര്യം എഴുതിയ SIT, ഇതേ കാര്യങ്ങൾ പറയുന്ന SIT, കോടതിക്ക് പൂർണ്ണ വിശ്വാസമുള്ള SIT ആ വിഷയങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊരു സംശയവുമില്ല. അത് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2025 ഈ സ്വർണം പൂശിയതിൽ എത്ര സ്വർണം കുറവ് വന്നിട്ടുണ്ട്, സ്വർണം കൂടുതൽ വന്നിട്ടുണ്ട്? എന്താ നമ്മുടെ മുന്നിലെ കണക്ക്? എത്ര സ്വർണം ഉണ്ടായിരുന്നു? 20 ഗ്രാമാണ് 2025 സ്വർണം പൂശുമ്പോൾ കുറവ് വന്നത്. എത്രയാണ് പൂശി കൊണ്ടുപോയത് സുജയ? 22 ഗ്രാമാണ് ഇപ്പോൾ കുറവ് വന്നതിലും അധികം 2.25 ഗ്രാം കൂടുതലാണ് ഇപ്പോൾ പൂശിയിരിക്കുന്നത്. 2025 കണക്കാണ് എന്ന് ഓർമ്മിക്കണം. അപ്പോൾ 2025 2 ഗ്രാം സ്വർണം കൂടുതൽ വന്നതിനാണോ പ്രശാന്തിനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുക? പക്ഷേ ഇതെല്ലാം ഹൈക്കോടതിയുടെ ഉത്തരവ് പറയുന്നത് ഇതെല്ലാം ഒരു ലാർജ് കോൺസ്പിറസി ആണോ എന്നത് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഒന്നും വിട്ടുപോകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെയും പക്ഷം. പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഉത്തരവ് മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു ജഡ്ജ്മെന്റിന് പോകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അതിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അന്വേഷിക്കണം ജിമ്മി, ഒരു സംശയവുമില്ല. 2019 സംഭവം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്ന് കോടതിക്ക് സംശയമുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ പ്രതിരോധത്തിലാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വരി ഒറ്റ വരി ഇതിനകത്ത് ഇത്രേ ഉള്ളൂ പ്രശ്നം. ഈ 2021 പുതിയതായി സ്വർണം മോഷ്ടിച്ചു നല്ല കോടതി പറയുന്നത്. 2019 സ്വർണ്ണമോഷണം, സ്വർണം പോയത് അത് മറച്ചു വെക്കാൻ വേണ്ടി ആരും സ്വർണം മോഷ്ടിക്കല്ല, ആരും അറിയാതെ ഇത് അവിടെ കൊണ്ടുപോയി. The events unmistakably indicates that there was conscious attempt to hand over the gold claret അന്വേഷിക്കണം എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ്. ഇതെല്ലാം പുറത്തു വരണമല്ലോ. അതിനകത്ത് എന്താ സംശയം? കോടതി പറയുന്നത് ഗൂഢാലോചനയും പുറത്തു വരണം എന്നുള്ളതാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി കോടതി പറയുന്നത്, ഇത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ മാത്രം വെച്ച് പഴിചാരാൻ കഴിയില്ല. അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ എല്ലാ ഉന്നതർക്കുമുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡ് മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത് സ്ഥലത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതിൽ കുറ്റകൃത്യം സംഭവിക്കുന്നു. 2025 കാര്യമല്ല, 24 കാര്യം. 25 കാര്യത്തിൽ പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ടുപോയി എന്നുള്ളതാണ്. 2019 കളവ് നടത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് മനസ്സിലാക്കാൻ 2025 സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയല്ലേ, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയുടെ ഒരു പോയിന്റ് ഞാൻ യോജിക്കുന്നത്, ദേവന്റെ സ്വത്ത് അഥവാ ദേവധനത്തിന്റെ ഉത്തരവാദിത്വം പുറത്തുനിന്ന് വരുന്ന ഒരു സ്പോൺസറെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദേവസ്വം മാനുവൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതാണ് 2019 വയലേറ്റ് ചെയ്തത്. 2019 വയലേറ്റ് ചെയ്തതാണ്. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തി അതിൻ്റെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ വന്നതാണ്. ദേവന്റെ സ്വത്തിന്റെ വാറണ്ടി എങ്ങനെയാണ് ഒരു പോറ്റിക്ക് വരിക എന്നുള്ളതാണ് കോടതിക്ക് സംശയം. ഇനി ആ വാറണ്ടി പറഞ്ഞിരിക്കുന്ന ആ വാറണ്ടി നമ്മളാരും കണ്ടിട്ടുമില്ല. അതാണ് ഇനി പുറത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ദേവസ്വം കമ്മീഷണറാണ് ആ വാറണ്ടിയെക്കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കാര്യം ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദേവസ്വം കമ്മീഷണർക്കാണ്, നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ല. അപ്പോൾ ഉന്നതർ കുടുങ്ങുമോ എന്നതാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം ഉന്നതർ കുടുങ്ങും എന്ന് തന്നെയാണ്.
Meet the editors.